തലച്ചോറിലേക്കുള്ള രക്തസ്രാവങ്ങൾ സർജറി കഴിഞ്ഞ രോഗികൾ എങ്ങനെയാവുമെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. തലച്ചോറിലേക്ക് ആദ്യം എത്ര ആഘാതത്തിലുള്ള എത്ര ഇമ്പാക്റ്റ് ഉണ്ടായി, ആ ഹെഡ് ഇഞ്ചുറി എന്ത് ഇമ്പാക്റ്റ് തലച്ചോറിനുണ്ടാക്കി എന്നുള്ളത്, തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ് രക്തസ്രാവം ഉണ്ട്, തലച്ചോറിനകത്തേക്കാണോ അതോ തലയോട്ടിക്കുള്ളിൽ തന്നെ തലച്ചോറിന് പുറത്തായിട്ടാണോ രക്തസ്രാവം ഉണ്ടായിരിക്കുന്നത്, ബ്രെയിൻ സ്റ്റെം ഇഞ്ചുറി ഉണ്ടോ, ഡിഫ്യൂസ് ആക്സോണൽ ഇഞ്ചുറി എന്ന് പറയും. എന്ന് വെച്ചാൽ തലച്ചോറ് കലങ്ങിപ്പോയതുപോലെ എന്ന് വേണമെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി പറയാം. ആ ഫോഴ്സ് തലച്ചോറിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആക്സോൺസ് എന്ന് പറയുന്ന തലച്ചോറിലെ സെല്ലുകൾക്ക് ഡാമേജ് പറ്റാം. അങ്ങനെ ഉള്ള ഇഞ്ചുറി ഉണ്ടോ, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആക്സിഡൻറ്റിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഹെഡ് ഇഞ്ചുറിയിൽ നിന്നും സർവൈവ് ചെയ്ത് വരുന്ന പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള കുറേ സമയം ആദ്യത്തെ 4-5 മാസങ്ങളാണ്. ആ സമയത്ത് പേഷ്യൻ്റ് സർവൈവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആളുടെ ഫങ്ഷൻസ് എല്ലാം പ്രിസർവ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഫിസിയോതെറാപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ വീട്ടിലേക്ക് പേഷ്യൻറ്റ് ഡിസ്ചാർജ് ചെയ്താൽ പോലും വീട്ടിൽ എത്തിയോ മറ്റോ അല്ലെങ്കിൽ വീടിനടുത്തുള്ളൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെയോ കണ്ട് കൃത്യമായ സയൻറ്റിഫിക് ആയിട്ടുള്ള ഫിസിയോതെറാപ്പി ചെയ്യുന്നതാണ് ആ രോഗിക്ക് ലോങ് ടേമിൽ ഏറ്റവും മികച്ച റിസൾട്ട് കിട്ടാൻ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം.